ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ ശ്രുതി നബീൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തംബ്നെയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? ഞാനിങ്ങനെ പെട്ടി പാക്ക് ചെയ്യണതിൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ചുമ്മാ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു കേട്ടോ വാട്സപ്പിൽ. അപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി ഫ്രണ്ട്സ് ചോദിച്ചു നാട്ടിലേക്കാണോ പോകുന്നത്, നാട്ടിലേക്കാണോ എന്ന്. ആക്ച്വലി ഞങ്ങൾ നാട്ടിലോട്ടല്ല കേട്ടോ പോകുന്നത്, ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അത് എവിടേക്കാണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയാവേ. അങ്ങനെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പോയതാണ്. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പാർലറിലോട്ടാണ് ഞാൻ കേട്ടോ പോയത്. അത് ഓഫീസിൻ്റെ തൊട്ട് ബാക്കിലാണ്. അപ്പം ഫേഷ്യൽ ചെയ്തു, പിന്നെ ത്രെഡ് ചെയ്തു. അത് അങ്ങനെ ഞങ്ങൾ ടൂർ പോകാനുള്ള എൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെയാണ് കേട്ടത്. പിന്നെ ഞാൻ വീട്ടിലോട്ട് വന്ന് എൻ്റെ ജുവൽസൊക്കെ ഊരി വയ്ക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഞങ്ങളൊരു ട്രിപ്പ് പോയായിരുന്നു കേട്ടോ, ജോർജിയയ്ക്ക്. അപ്പോൾ അന്ന് മേടിച്ച് വെച്ച കുറേ മാലകളും കമ്മലുകളൊക്കെ ഞാൻ അന്ന് ഇട്ടിട്ട് പിന്നെ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അടുക്കി പറക്കി എടുക്കുകയാണ് ഇപ്രാവശ്യത്തെ ടൂറ് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബോക്സ് ഉണ്ടല്ലോ, ഈ ബോക്സ് നമ്മുടെ ഫ്രണ്ട് ഒരു വാച്ച് മേടിച്ചൊരു ബോക്സാണ് കേട്ടോ. അപ്പോൾ ഞാനത് അടിച്ച് മാറ്റിയതാണ്. അങ്ങനെ ഞങ്ങൾ എൻ്റെ വളയും മാലയും എല്ലാം ഞാനങ്ങനെ അഴിച്ച് വെക്കുകയാണ്. അടയാഭരണങ്ങളൊക്കെ അഴിച്ച് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നോർമലി നമ്മൾ മേടിക്കണ കമ്മലും മാലയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. നമ്മൾ പോണ സ്ഥലം നമുക്ക് പരിചയമില്ലാത്തതാണല്ലോ, അപ്പോൾ ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ അഴിച്ച് എല്ലാം മാറ്റി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങളൊന്ന് നെസ്റ്റോ വരെ ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നെസ്റ്റോയിലോട്ടും പോയി. നെസ്റ്റോയിലോട്ട് പോയപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത് ശരിക്കും എന്താ, ഈ പൂച്ചക്കുട്ടികളുണ്ടല്ലോ ജീവനുള്ള പോലെയാണ് കേട്ടോ. പ്രസവിച്ച് ഇങ്ങനെ കിടക്കില്ലേ, അതുപോലെ ഇങ്ങനെ അവിടെ ബാറ്ററി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇതുപോലെ തല ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല രസമുണ്ട്. ശരിക്കും ഒറിജിനൽ പൂച്ചക്കുട്ടികൾ കിടന്ന് ഉറങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. 6,500 കേട്ടോ. 6 റിയാൽ 500 പൈസയായിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. പൂച്ചക്കുട്ടികൾ മാത്രമല്ല, കുഞ്ഞു കുഞ്ഞു പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിവിടെ ഇപ്പോൾ പുതിയത് വന്നിട്ടുള്ള ഐറ്റമാണ്. ഞങ്ങൾ ഇത്രയും ദിവസമായിട്ട് വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ കുറേ നേരം അതിനൊക്കെ ഇങ്ങനെ കളിപ്പിച്ച് നിന്ന് പിന്നെ ഞങ്ങളിത് കണ്ടപ്പോൾ ഞങ്ങൾ മേടിക്കാൻ വന്ന കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ചത് ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് അതേ പെട്ടി പാക്കിംഗ് ഒക്കെ ഉണ്ട്. ഈ പാക്കിങ് വല്ലാത്തൊരു പാക്കിംഗ് ആണ് കേട്ടോ. ഞങ്ങൾ ഉണ്ടല്ലോ ഈ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത ഒരു 2-3 മാസം മുൻപേ ആണ് കേട്ടോ. ഞങ്ങൾ ടിക്കറ്റൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടേ ഞങ്ങൾ ഡ്രസ്സുകൾ ഇങ്ങനെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് ഇങ്ങനെ മേടിച്ച് വെക്കായിരുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ആ ഒരു സമയത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ട്രിപ്പ് പോകുമ്പോഴുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി മേടിക്കുമ്പം നമ്മൾ പോകാറുള്ള ദിവസങ്ങൾ അടുത്തു അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അങ്ങനെ പറഞ്ഞതേ തലേ ദിവസം വന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ ഡ്രസ്സുകളും പെട്ടിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തൊക്കെ ഇട്ടിട്ട് ഏത് ഡ്രസ്സൊക്കെ എന്നൊക്കെ ഇടണം എന്നൊക്കെ പ്ലാൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് പ്ലാനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്ത് പിന്നെ ഇത് ഞങ്ങൾ കാര്യമായിട്ട് പെട്ടി പാക്കിംഗ് ആണ്. അപ്പം ഒക്കെ കവറിലിങ്ങനെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഷർട്ടും പാൻസൊക്കെ ഒന്ന് അയൺ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് റെയിനൊരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ. അവൻ മറന്നിരിക്കുകയായിരുന്നേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവനതും ഓർമ്മ വന്നു. അപ്പോൾ അവനത് ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞതേ അവനത് അവിടെ ഇട്ട് കിടന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സുകളൊക്കെ ഓരോ സമയത്ത് ഇതേപോലെ പോയപ്പോൾ ഞങ്ങൾ മേടിച്ച് കൂട്ടിയതാണ് കേട്ടോ. മേടിച്ചിങ്ങനെ കുറച്ചായിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ്. ഒന്നിച്ചെടുക്കുമ്പോൾ ചിലവല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് കാര്യമായിട്ടോ, കാരണം നമുക്ക് ടിക്കറ്റിന് ഓഫർ വരുമ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അത് അപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ ഓരോ ജോഡി ഇങ്ങനെ ഡ്രസ്സ് എടുക്കുമ്പോഴും വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ നാട്ടിൽ നിന്ന് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം കൂടി ഒന്നിച്ച് മാറ്റി ഇങ്ങനെ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കറും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ, ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് അങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡുകൾ ഞങ്ങൾക്ക് 2 പേർക്കും ടേസ്റ്റ് അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ മുന്നേ ഒരു ട്രിപ്പ് പോയപ്പം ഞങ്ങൾ എല്ലാം കൊണ്ട് ഓക്കെ ആയിരുന്നു, എല്ലാതും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ ഫുഡിൻ്റെ കാര്യം ഒഴിച്ച് മാത്രം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം എന്ന് വെച്ചാൽ റെയിനു ഫുഡ് നല്ലപോലെ കഴിക്കുന്ന ഒരു ടൈം കൂടി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കർ അടക്കം മേടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അതും മേടിച്ച് പിന്നെ 1-2 പാത്രങ്ങളും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും മറ്റേ റൈസ്, ജീരക റൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ പിന്നെ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ അതും പിന്നെ കുറച്ച് ചിക്കൻ ബീഫ് ഫ്രൈ ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങളുടെ പെട്ടി ഒതുക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ എവിടേക്കാണ് പോകണേന്നുള്ളത് പറഞ്ഞില്ലല്ലേ. ഞങ്ങൾ പോകുന്നത് അർമേനിയയിലോട്ടാണ് കേട്ടോ. ഈ അർമേനിയ എന്ന് പറയുന്നത് ഒരു ഏഷ്യൻ കൺട്രിയാണ്. പക്ഷെ അവിടെ ഞങ്ങൾക്ക് പോയാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയത്തുള്ളൂ. കാര്യമായിട്ട് അത് കാരണം ആധികാരികമായിട്ട് ഞാൻ അധികം അതിനെ പറ്റിയിട്ടൊന്നും പറയണില്ല, സ്ഥലങ്ങളെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. ബാക്കിയുള്ളതൊക്കെ ഞാൻ വീഡിയോസിലിങ്ങനെ ഓരോ ദിവസത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എല്ലാതും പാക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നാളെ ഞങ്ങൾ ഈ സമയത്ത് അവിടെയാണല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ പാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ വിചാരിക്കും 5 ദിവസത്തേക്കുള്ള ട്രിപ്പാണ്, ഈ 5 ദിവസത്തേക്കാണ് ഇത്രയും വലിയ പെട്ടി 2 പെട്ടി എന്നൊക്കെ. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ആ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും അല്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചിക്കനും ബീഫൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ പാക്കിങ്ങും എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ബാക്കിയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.